ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്. നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നനഞ്ഞിട്ടായിട്ട് ഇരിക്കുന്നത് തോന്നുന്നില്ലേ? സത്യമാണ്, എൻ്റെ കണ്ണൊന്ന് നനഞ്ഞ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, രേണുസുതിയെ എന്താ പറഞ്ഞേ, സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചപ്പോഴും നമുക്ക് മനസ്സിനൊരു വിഷമമൊക്കെ ഉണ്ടായി. അങ്ങനെ ആരെയും വിളിക്കരുതെന്നൊക്കെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നലെ ലാലേട്ടൻ്റെ മുമ്പിൽ രേണുസുതി പറയുന്ന ആ വാക്കുകൾ അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഹൃദയത്തിന് ശരിക്കും ഒന്ന് നനഞ്ഞു, ഒന്ന് കണ്ണ് നനഞ്ഞു. കാരണം എന്താണെന്നറിയാമോ, ഒരിക്കലും ഒരു അഭിനയവും ഒന്നും അല്ല കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വന്നിരുന്ന് ഇങ്ങനെ ഇതായതൊന്നുമല്ല. ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് തൊട്ട് പുറകെ ഇട്ട ഒരു വീഡിയോ ചെയ്ത് കേട്ടോ. ഞാൻ ബിഗ് ബോസ് ഫുള്ളായിട്ടൊന്നും കാണാറില്ല, ഇങ്ങനെ വരുന്ന ഷോർട്സുകൾ മാത്രമേ കാണാറുള്ളൂ. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും ഉണ്ടല്ലോ, അവളെ അങ്ങനെ വിളിച്ചത് വളരെ മോശമായിപ്പോയി. കാരണം അവൾ പറഞ്ഞത് കേട്ടോ, ചമ്മി നാറി ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചേക്കൊരു ഒരു മനുഷ്യൻ്റെ, അതിപ്പോൾ ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല, അതാരെയാണേലും അങ്ങനെ വിളിച്ചാലും അത് ആ ഹൃദയത്തിലുണ്ടാകുന്ന നൊമ്പരമൊന്നല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്ത് ഒരു മനസ്സാക്ഷിയില്ലാത്ത ഒരു പേരായി പോയതല്ലേ. ലോകം മൊത്തം, അവൾ പറഞ്ഞു കേട്ടോ, ലോകം മൊത്തം അത് കണ്ട് അതും രാവിലെ തന്നെ ഞാൻ ഇല്ലാണ്ടായിപ്പോയെന്ന്. അവളുടെ ആ വാക്കുകളിലുണ്ടല്ലോ, അവൾ എത്ര അഴുക്കാണേലും അവൾ എന്താണേലും, ഞാനവളെ ഒരിക്കലും അഴുക്കാന്നൊന്നും പറയത്തില്ല. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അവൾ പന്നലാണ്. കാരണം അവൾ ജീവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അവൾ അഴുക്കായിപ്പോയി. ജീവിക്കാൻ ശ്രമിക്കാതെ ആരെങ്കിലും കൊടുക്കുന്നതൊക്കെ വാങ്ങിച്ച് തിന്ന് കുടിച്ച് വീട്ടിലിരിക്കുമായിരുന്നെങ്കിൽ അവൾ നല്ലവളായേനുമായിരുന്നു. സുചേട്ടൻ്റെ ഭാര്യ, നല്ല കുടുംബിനി, നല്ല എന്താ പറഞ്ഞേ, ചാരിത്രവേദിയായവൾ എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അവൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവൾ അഴുക്കായി, അല്ലേ? അതല്ലേ സത്യം? അവൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അവൾ അഴുക്കായി. അവൾ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അല്ലേ? നമുക്കെന്താ? പക്ഷെ ഒരിക്കലും ആരും വിചാരിക്കല്ലേ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ സാധാരണക്കാരിയായ ഒരു നാട്ടിൻപുറത്തുകാരിയാണ്, സാധാരണക്കാരിയായ ഒരാളാണ്, അങ്ങനെ തന്നെ പറയാം. പക്ഷെ എനിക്ക് അവളെ ഒന്നും ഇതൊന്നും തന്നിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. അത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു വിഷമം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവളുടെ ആളൊന്നും അല്ല. ഇനി അന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നേരെ ആരും വരണ്ട. ഞാൻ അവളുടെ ആളൊന്നും അല്ല, അല്ലേ? എനിക്ക് അവളെ പേഴ്സണലി അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, അവൾ ജീവിക്കാൻ ശ്രമിക്കുന്നു, കഷ്ടപ്പെട്ട് 2 മക്കളെ വളർത്തുന്നു.